ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നമ്മുടെ ഒരു നാടൻ പലഹാരമായ പഴയ ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ പുട്ടുപൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ആദ്യമേ തന്നെ 2 കപ്പ് വെള്ളം ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. അരിപ്പൊടിയുടെ വ്യത്യാസത്തിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിലും മാറ്റം വരാം. അതിന് 1.25 കപ്പ് മതിയാകും, ചിലതിന് 2 കപ്പ് വേണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു രുചി കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഇഷ്ടമല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതിയാകും. പിന്നെ അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് പുട്ടുപൊടി, അപ്പോൾ ഞാൻ ഇവിടെ ചുവന്ന അരിയുടെ പുട്ടുപൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, റെഡ് റൈസിൻ്റെ. അപ്പോൾ അത് 1 കപ്പ് ചേർത്തിട്ട് നമുക്ക് ഇത് വെള്ളമൊക്കെ വറ്റി നല്ലപോലെ ഒന്ന് കട്ടിയാവുന്ന വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ 4 മണിക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്, നല്ലൊരു നാടൻ പലഹാരമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു പലഹാരമായതുകൊണ്ട് വളരെ നല്ലതുമാണ് ആരോഗ്യത്തിന്. അപ്പോൾ ഇതൊക്കെ നല്ലപോലെ ഒന്ന് കട്ടിയായി കഴിഞ്ഞു നമുക്ക് ഈ മാവ്. അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നേരം നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. 5 മിനിറ്റോ 10 മിനിറ്റോ വേണമെങ്കിൽ അടച്ച് വെച്ചതിന് ശേഷം നമുക്കിത് ഉരുളകളാക്കി എടുക്കേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. കൂടെ തന്നെ ഓളിനുള്ള ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇതുപോലെ ഉരുളകളാക്കി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് വാഴയില ഉണ്ടെങ്കിൽ അതിൽ വെച്ച് നിങ്ങൾക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്, ഇത് സ്റ്റീം ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇതുപോലെ ഇഡ്ഡലി തട്ടിൽ നെയ്യോ എണ്ണയോ തടവിയതിന് ശേഷം അതിലേക്ക് ഇത് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു 15 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ എനിക്ക് കുക്കറിലാണ് ഞാൻ വയ്ക്കാൻ പോകുന്നത്. എനിക്ക് ഇഡ്ഡലി പ്ലേറ്റിലാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ അതിൽ നെയ്യ് തടവിയതിന് ശേഷം ഈ ഉരുളകൾ നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കണം. അതിനു മുമ്പ് നമുക്ക് ഈ ഉരുളകൾ തേങ്ങ ചിരകിയതിൽ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം, അപ്പോൾ ആ തേങ്ങ കൊത്തൊക്കെ അതിൽ നല്ലപോലെ പിടിക്കും. അതുപോലെ ചെയ്തതിന് ശേഷം ആവിയിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. 15 മിനിറ്റ് വേവിച്ചെടുത്താൽ നമ്മുടെ ഉണ്ടപ്പുട്ട് റെഡിയാവും. അപ്പോൾ ഇത് നല്ല സ്വാദുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഇത് കടലക്കറിയോ അല്ലെങ്കിൽ ചട്നിയോ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം. ഇതിപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ള ഉണ്ടപ്പുട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മധുരത്തിൻ്റെ ഒരു വേർഷനും കൂടെ ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതേ പാനിലേക്ക് തന്നെ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അരിപ്പൊടിയുടെ വ്യത്യാസത്തിനനുസരിച്ച് 1.25 2 കപ്പോ വെള്ളം വേണ്ടി വരും. നിങ്ങളത് നിങ്ങളുടെ അരിപ്പൊടിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ അതിലേക്ക് 1 നുള്ളു ഉപ്പും 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കണം. പിന്നെ പുട്ടുപൊടി, അതിൻ്റെ കൂടെ തന്നെ ഏലക്ക പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ. ഇത് മധുരമുള്ള പുട്ടായതുകൊണ്ട് ഏലക്കയുടെ മണവും നല്ലൊരു സ്വാദായിരിക്കും. അപ്പോൾ ഏലക്ക പൊടി ഇഷ്ടമല്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ്. ഇപ്പോൾ അതിലേക്ക് തേങ്ങയും ചേർത്ത് കൊടുത്തു, പിന്നെ പുട്ടുപൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കട്ടിയായി വരുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നന്നായി കട്ടിയായതിന് ശേഷമാണ് നമ്മളിപ്പോൾ ശർക്കര പൊടി ചേർക്കാൻ പോകുന്നത്. ഞാനിവിടെ നല്ല ഓർഗാനിക് ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ കല്ലോ മണ്ണോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ നോർമലായിട്ടുള്ള ശർക്കര ചേർക്കുകയാണെങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ആദ്യമേ തന്നെ 1.5 കപ്പ് ചേർത്തതിന് ശേഷം ബാക്കിയുള്ള 1/2 കപ്പിൽ നമുക്ക് ശർക്കര അലിയിച്ചെടുത്തിട്ട് ആ ശർക്കര അരിച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ചേർത്തതിന് ശേഷം നമുക്ക് ഇതും ഒന്ന് നല്ലപോലെ കട്ടിയാവുന്ന വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു 10 മിനിറ്റ് നേരം നമുക്കൊന്ന് അടച്ച് വെക്കണം. നല്ലപോലെ കട്ടിയായതിനു ശേഷം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് 10 മിനിറ്റ് നേരം അടച്ച് വെച്ചാൽ അത് കുറച്ചും കൂടെ കട്ടിയാവും. പിന്നെ നമുക്കത് ഉരുളകളാക്കിയിട്ട് മുമ്പ് ചെയ്തതുപോലെ തന്നെ തേങ്ങയിലൊന്ന് ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ആവിയിൽ വെച്ച് വേവിച്ചെടുത്താൽ നമ്മുടെ നല്ല മധുരമുള്ള ഉണ്ടപ്പുട്ടും റെഡിയാവും. അപ്പോൾ ഇത് ഉണ്ടപ്പുട്ട് എന്നാണ് പറയുന്നത് ഇതിന്.
നമ്മുടെ പുട്ടുപൊടി വെച്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല സ്വാദുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇത് വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്, ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതിനിപ്പോൾ ഒന്നും സൈഡ് ഡിഷ് ഒന്നും ഇല്ലെങ്കിൽ കൂടെ നമുക്ക് നല്ല സ്വാദുള്ളതായിട്ട് തന്നെ ഉണ്ടാവും. നല്ല സ്വാദോടെ കൂടെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തേങ്ങയിലൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്കിത് മുമ്പ് ചെയ്തതുപോലെ തന്നെ ഇഡലി തട്ടിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരം നമുക്കിത് വേവിച്ചെടുത്താൽ നമ്മുടെ മധുരമുള്ള ഉണ്ടപ്പുട്ടും റെഡിയാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. കൂടെ തന്നെ ആ ഓളിനുള്ള ഓപ്ഷനോടും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മധുരമുള്ള ഉണ്ടപ്പുട്ടും റെഡിയായി. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.